വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തെറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ്. ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് ജിപ്മർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ജിപ്മറിന്റെ വെബ്സൈറ്റ് ഓൺ ആയി വരുന്നതായിരിക്കും. വെബ്സൈറ്റ് ഓപ്പൺ ആയതിനു ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത്, നമുക്ക് അതിലൊരു പുതിയ അനൗൺസ്മെന്റ് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. BSc നഴ്സിംഗ് ആൻഡ് മറ്റ് പാരാമെഡിക്കൽ കോഴ്സസിലേക്ക് ജിപ്മർ വഴി നിങ്ങൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് അപേക്ഷിക്കാൻ പോകുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങളുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് നിങ്ങളുടെ ഇൻഫർമേഷൻസ്, നിങ്ങളുടെ ബയോഡേറ്റ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം കൊടുത്ത് കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് ഇവിടെ ഓപ്പൺ ആയി വരുന്നത്. താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു അനൗൺസ്മെന്റ് കാണാൻ സാധിക്കുന്നതാണ്. അനൗൺസ്മെന്റ് വന്നിരിക്കുന്നത് BSc നഴ്സിംഗ് ആൻഡ് അലൈഡ് പാരാമെഡിക്കൽ ഹെൽത്ത് കോഴ്സസിനേക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷ ആരംഭിച്ചു എന്ന് പറയുന്ന അനൗൺസ്മെന്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു ഇന്റർഫേസ് ഓപ്പൺ ചെയ്ത് വരുന്നതായിരിക്കും. അതിനകത്ത് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. പ്രോസ്പെക്ടസ് ഉണ്ട്. ആ പ്രോസ്പെക്ടസ് മുഴുവനായും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് നിങ്ങൾ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. നിങ്ങൾ ആദ്യം ഇത് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. ഡൗൺലോഡ് ചെയ്ത് മുഴുവനായിട്ടും വായിച്ചതിന് ശേഷം മാത്രം മുന്നോട്ട് പോവുക. ഇവിടെ നമുക്ക് ഫീസ് വളരെ കുറവാണ്. ഇത് ആർക്കൊക്കെയാണ് അപേക്ഷിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നീറ്റ് എക്സാം എഴുതി ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികൾ, ക്വാളിഫിക്കേഷൻ കിട്ടിയാൽ പോലും നിങ്ങൾക്ക് ഉയർന്ന റാങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ ജിപ്മർ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷ കൊടുത്ത് BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഹെൽത്ത് കോഴ്സസിലേക്ക് ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് എന്ന് പറയുന്നതാണ് ജിപ്മർ എന്ന് പറയുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് ഓൺലൈൻ രജിസ്ട്രേഷൻ ഫോർ കൗൺസിലിംഗ്. ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 1 ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 22. അപ്പോൾ സെപ്റ്റംബർ 22 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ക്ലോസിംഗ് ഡേറ്റ് കഴിഞ്ഞിട്ടായിരിക്കും മുന്നോട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ അതുവരെ നിങ്ങൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നതായിരിക്കും. അതിനുശേഷം വരുന്ന അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിനുവേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നോട്ടിഫിക്കേഷൻസിൽ നിന്ന് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുത്തു വെക്കുക. നമ്മളിത് രജിസ്റ്റർ ചെയ്യുന്നത് www.jipmer.edu.in എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ ഇതിനു വേണ്ടി രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. മൊബൈലിൽ ചെയ്യുന്നവർക്ക് മൊബൈലിൽ ചെയ്യാം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അക്ഷയയിൽ പോയി വേണമെങ്കിലും ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെയും ക്ലിയർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ ഓഫ് എലിജിബിൾ ലിസ്റ്റ് ഓൺ വെബ്സൈറ്റ്. വെബ്സൈറ്റിൽ എലിജിബിൾ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് 8/10 അതായത് ഒക്ടോബർ 8 ആയിരിക്കും. അതിനുശേഷം കൗൺസിലിംഗ് ആൻഡ് അഡ്മിഷൻ ഡേറ്റ്സ് വിൽ ബി അനൗൺസ്ഡ് ലേറ്റർ എന്നാണ് പറയുന്നത്. ഇവിടെ അഡ്മിഷൻ കിട്ടുന്നത് കൗൺസിലിംഗ് വഴിയാണ്. നിങ്ങൾ കൗൺസിലിങ്ങിന് പോയതിനു ശേഷം, നമുക്ക് CPASനൊക്കെ നമ്മൾ കൗൺസിലിങ്ങിന് പോയിട്ടുണ്ട്, കുട്ടികൾക്ക് അറിയാൻ സാധിക്കും. അങ്ങനെ കൗൺസിലിങ്ങിന് പോയിട്ടുള്ളവർക്കാണ് ഇവിടെ അഡ്മിഷൻ ലഭിക്കുന്നത്. ഇപ്പം ക്ലാസ് തുടങ്ങുന്നത് 27/10 ഒക്ടോബർ 27 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏകദേശം സെയിം രീതിയിലായിരിക്കും LBSലും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എനിവേ നിങ്ങൾ ഒരു നവംബർ പ്രതീക്ഷിക്കുക. ഒക്ടോബർ 27 എന്ന് പറയുമ്പോഴും ഒക്ടോബർ ലാസ്റ്റ് ആയിട്ടുണ്ട് എന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി അടുത്ത BSc നഴ്സിംഗും BSc അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സസും ആണ് നമുക്ക് ഇവിടെ പറ്റുന്നത്. അതിൽ അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സസിൽ വരുന്നത് BMLS അനസ്തീഷ്യ ടെക്നോളജി, ബാച്ചുലർ ഓഫ് ഒപ്റ്റോമെട്രി, കാർഡിയാക് ലബോറട്ടറി ടെക്നോളജി, ഡയാലിസിസ് തെറാപ്പി ടെക്നോളജി, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ഇൻ ബ്ലഡ് ബാങ്കിങ്, മെഡിക്കൽ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി, ന്യൂറോ ടെക്നോളജി, ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി, പെർഫ്യൂഷൻ ടെക്നോളജി, റേഡിയോ തെറാപ്പി ടെക്നോളജി. ഇത്രയും കോഴ്സസ് ആണ് വരുന്നത്. BSc നഴ്സിംഗ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ 4 വർഷത്തെ കോഴ്സാണ് വരുന്നത്. BSc അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സസ് ചിലത് 4 വർഷത്തതും ചിലത് 3 വർഷത്തതും ചിലത് 3.5 വർഷത്തതൊക്കെ ഉണ്ട്. ഓൾറെഡി ഓരോ കോഴ്സസിന്റെ ഡ്യൂറേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞു വെച്ചിരിക്കുന്നതായതുകൊണ്ട് അതിനെ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കോഴ്സ് ഡീറ്റെയിൽഡ് വീഡിയോസ് ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതുമാണ്. ഇവിടെ വരുന്ന സീറ്റ് വാക്കൻസി BSc നഴ്സിംഗിന് ടോട്ടലായിട്ട് വരുന്ന സീറ്റ് എന്ന് പറയുന്നത് 94 സീറ്റാണ്. ഇതിൽ ഫീമെയിൽസിന് 85 സീറ്റും അത് കഴിഞ്ഞ് ബോയ്സിന് 9 സീറ്റും ആണ് വരുന്നത്. അത് കഴിഞ്ഞ് BSc അലൈഡ് ഹെൽത്ത് സയൻസിന് ഓരോ കോഴ്സസിന് വരുന്ന സീറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. MLTക്ക് വരുന്നത് 37, അനസ്തേഷ്യോളജിക്ക് 5, ഒപ്റ്റോമെട്രിക്ക്
5, കാർഡിയാക് ലബോറട്ടറി ടെക്നോളജി, അങ്ങനെയുള്ള ബാക്കി എല്ലാ കോഴ്സസിനും 5 സീറ്റ് വീതമാണ് വരുന്നത്. അതായത് ടോട്ടൽ 181. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, നീറ്റിൽ നിങ്ങൾക്ക് എലിജിബിലിറ്റി കിട്ടിയിട്ട് മാത്രം കാര്യമില്ല, ഉയർന്ന റാങ്ക് കിട്ടിയ കുട്ടികൾക്കായിരിക്കും ഇവിടെ ചാൻസ് ഉള്ളത് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് റിസർവേഷൻ വേണം എന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സും നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ ഇവിടെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റ്സിന് എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ബാക്കി അസോസിയേഷൻ ഒക്കെ ചെയ്യുന്നത് പോലെ കറക്ഷൻ അല്ല ഇവിടെ വരുന്നത്. ആപ്ലിക്കേഷൻ തനിയെ ക്യാൻസൽ ആവുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നിങ്ങൾ ഒന്നുകൂടി പുതുതായിട്ട് ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ആർക്കെങ്കിലും ഇതിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി പോവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതുതായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. നമുക്കിവിടെ കറക്ഷൻ അല്ല വരുന്നത്, പുതുതായി ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ് വേണ്ടത്. റിജക്റ്റ് ആയി കഴിഞ്ഞാൽ അത് നോർമലി അങ്ങ് ക്യാൻസൽ ആയി പോവുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിൽ വരുന്ന എലിജിബിലിറ്റി എന്ന് പറയുന്നത് PCBE 50% മുകളിൽ മാർക്കുള്ള കുട്ടികൾക്കാണ് വരുന്നത്. നമുക്ക് എലിജിബിലിറ്റി ആയിട്ട് പറയാൻ വേണ്ടി സാധിക്കുന്നത് നീറ്റ് എഴുതിയിട്ടുണ്ടാകണം, അതിൽ എലിജിബിൾ ആയിരിക്കണം. അതുപോലെ ഉയർന്ന റാങ്ക് ഉള്ള കുട്ടികൾക്ക് മാത്രമേ ഇവിടെ കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ. അതുപോലെ 17 വയസ്സിന് മുകളിലായിരിക്കണം പ്രായപരിധി എന്ന് പറയുന്നത്. നീറ്റിന് വേണ്ടി കൊടുത്ത ഫോൺ നമ്പറും ഇമെയിൽ ഐഡിയും വേണം ഇവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, നീറ്റ് 2025 സ്കോർ കാർഡ്, അതുപോലെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് OBC, NCL, SC, ST, EWS, PWD, അതുപോലെ നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും റിസർവേഷൻ സർട്ടിഫിക്കറ്റും ഒക്കെ ഇവിടേക്ക് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. BSc നഴ്സിംഗിനും പാരാമെഡിക്കലിനും നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടല്ല രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇത് രണ്ടിനും ഒരു രജിസ്ട്രേഷൻ ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. സെപ്പറേറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സെയിം ആപ്ലിക്കേഷൻ നമ്പറും കാര്യങ്ങളും വെച്ച് നിങ്ങൾ 2 പ്രാവശ്യമായിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ ജിപ്മർ ഡിറ്റക്ട് ചെയ്യുകയും നിങ്ങളുടേത് ടോട്ടലി ക്യാൻസൽ ആയി പോവുകയും പിന്നീട് നിങ്ങൾക്ക് ഓപ്ഷൻസ് അല്ലെങ്കിൽ അതുപോലെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പോലും രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കാതെ വരികയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള മിസ്റ്റേക്സ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എലിജിബിൾ ആയിട്ടുള്ള കുട്ടികളെ മാത്രമായിരിക്കും കൗൺസിലിങ്ങിന് വേണ്ടി വിളിക്കുന്നത്. അതുപോലെ ഫീ സ്ട്രക്ചറും കൊടുത്തിട്ടുണ്ട്. അഡ്മിഷൻ ഫീ ഒരു സമയത്ത് കൊടുക്കേണ്ടത്, അതായത് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് കൊടുക്കേണ്ടത് 2500 രൂപയാണ്. അക്കാഡമിക് ഫീ ഓർ ട്യൂഷൻ ഫീ ആയിട്ട് വരുന്നത് 1200 രൂപയാണ്. ഇത് ആനുവൽ ആണ്, നിങ്ങൾ എല്ലാ വർഷവും കൊടുക്കണം. ഇവിടെ വൺ ടൈം എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഒറ്റ ടൈം കൊടുക്കേണ്ടതും, ആനുവൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഓരോ വർഷം കൊടുക്കേണ്ട ഫീയുമാണ്. പിന്നെ ജിപ്മർ സ്റ്റുഡൻസ് അസോസിയേഷൻ ഫീ ആയിട്ട് ആനുവൽ ആയിട്ട് വരുന്നത് ഓരോ വർഷം നിങ്ങൾ കൊടുക്കേണ്ടത് 1000 രൂപയാണ്. ലേണിംഗ് റിസോഴ്സ് ഫീ ആയിട്ട് ആനുവൽ ആയിട്ട് കൊടുക്കേണ്ടത് 2000 റുപ്പീസ് ആണ്. ഇതെല്ലാം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും, വളരെ ചീപ്പായിട്ടുള്ള റേറ്റിനാണ് നമുക്ക് ഇവിടെ പഠിക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏകദേശം ഫീ സ്ട്രക്ചർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഇതിൽ കോഷൻ ഡിപ്പോസിറ്റ് എല്ലാം നിങ്ങൾക്ക് പഠിച്ചു കഴിയുമ്പോൾ തിരിച്ചു കിട്ടും. ടോട്ടലി ഒരു 11,410 രൂപയാണ് നിങ്ങൾ അടയ്ക്കേണ്ട ഫീ എന്ന് പറയുന്നത്. റിസർവേഷൻ വരുന്ന കുട്ടികൾക്ക് ഇതിനും കൺസെഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട്. അത് നിങ്ങൾ നിങ്ങളുടെ റിസർവേഷൻ അനുസരിച്ച് ബേസ് ചെയ്തിരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഹോസ്റ്റൽ ഫീയും പ്രോസ്പെക്ടസിലുണ്ട്. അത് നോക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് പെനാൽറ്റി നോക്കാം. ഓൾറെഡി കൗൺസിലിങ്ങിന് പോയി ഒരിടത്ത് അലോട്ട്മെന്റ് കിട്ടിയതിന് ശേഷം നിങ്ങൾ ഫൈനൽ കൗൺസിലിങ്ങിന് മുന്നേ ആയിട്ട് അതിൽ നിന്നും പിന്മാറുകയാണ് എന്നുണ്ടെങ്കിൽ 10,000 റുപ്പീസ് നിങ്ങൾക്ക് പെനാൽറ്റി ആയിട്ട് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഫൈനൽ കൗൺസിലിംഗ് കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് അക്കാഡമിക് ഇയറിൽ നിങ്ങൾ ഡിസ്കണ്ടിന്യൂ ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ 25,000 റുപ്പീസ് പെനാൽറ്റി വരും. അതുപോലെ സെക്കൻഡ് അക്കാഡമിക് ഇയറിൽ ഡിസ്കണ്ടിന്യൂ ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ 50,000 റുപ്പീസ് ആണ് പെനാൽറ്റി ആയിട്ട് വരുന്നത്. അതുപോലെ ഹോസ്റ്റൽ ഫീസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. എസ്റ്റാബ്ലിഷ്മെന്റ് ചാർജസ് പെർ ആനം റീഫണ്ടബിൾ അല്ലാത്ത ഫീസ് 6,000 റുപ്പീസും ഹോസ്റ്റൽ കോഷൻ ഡിപ്പോസിറ്റ് ഉണ്ട്, അത് നിങ്ങൾക്ക് റീഫണ്ടബിൾ ആണ്, 5,000 റുപ്പീസ് ആണ്. ഹോസ്റ്റൽ മെസ്സ് ഡിപ്പോസിറ്റും റീഫണ്ടബിൾ ആണ്, 3,000 റുപ്പീസ് ആണ്. അതിനുശേഷം റൂം റെന്റ് നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ബിൽ ഉൾപ്പെടെ 500 റുപ്പീസ് ആണ് പെർ മന്ത് വരുന്നത്. അപ്പോൾ ഷെയർഡ് അക്കോമഡേഷനും എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ആനുവൽ ആയിട്ട് വരുന്ന എമൗണ്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു 20,000 റുപ്പീസ് ഒക്കെ വരുന്നുണ്ട്. അത് നിങ്ങൾ ഏത് രീതിയിലുള്ള റൂംസ് എടുക്കുന്നു അതൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു എമൗണ്ട് വരുന്നത്. നമുക്ക് രജിസ്ട്രേഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു ഇന്റർഫേസ് ഓപ്പൺ ചെയ്ത് വരുന്നതായിരിക്കും. ആപ്ലിക്കേഷൻ ഫോർ അഡ്മിഷൻ ടു BSc നഴ്സിംഗ് 2025-2026 അക്കാഡമിക് ഇയർ എന്ന് പറഞ്ഞു വരുന്നതായിരിക്കും. അതിൽ ഗ്രീൻ കളറിൽ ക്ലിക്ക് ഹിയർ ഫോർ ഫ്രഷ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫോർ ന്യൂ കാൻഡിഡേറ്റ്സ്, ഇവിടെ നിങ്ങൾ കൊടുക്കേണ്ട പാസ്വേഡ് ഇമെയിൽ ഐഡിയും ശ്രദ്ധിക്കുക. നിങ്ങൾ നീറ്റിന് കൊടുത്ത സമയത്തുള്ള നീറ്റ് എക്സാമിന് കൊടുത്ത സമയത്തുള്ള പാസ്വേഡ് ആൻഡ് ഇമെയിൽ ഐഡി ഒക്കെയാണ് കൊടുക്കേണ്ടത്. ആ ഇൻഫർമേഷൻസ് കൊടുത്ത് വേണം ജിപ്മർ
വെബ്സൈറ്റിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് ഫോണിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. പക്ഷെ നിങ്ങൾ കൊടുക്കുന്ന സ്കാൻഡ് കോപ്പീസ് ഒക്കെ ബ്ലർഡ് അല്ല, എല്ലാം ഉറപ്പ് വരുത്തിയിട്ട് വേണം കൊടുക്കാൻ. കൂടുതലും ഞാൻ പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾ അക്ഷയയിലോ കഫേയിലോ പോയി ചെയ്യുന്നതായിരിക്കും ബെറ്റർ. നമുക്ക് എറർ ഇല്ലാതെ ചെയ്യാൻ വേണ്ടി സാധിക്കും. സ്വന്തമായി ചെയ്യുന്ന കുട്ടികളാണെങ്കിലും എറർ ഇല്ലാതെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി പോവുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ കറക്ഷൻ ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കില്ല. നിങ്ങൾ പുതുതായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതായിട്ടാണ് വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം.